ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നിർത്തുകയും അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും സ്വർഗത്തോളം ഉയർത്തുകയും മഹത്വത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന മഹത്വത്തിൻ്റെ ഉടയവനായ കർത്താവെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓഗസ്റ്റ് മാസം 1-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ശൂനോയ നോയമ്പിൽ മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാൾ ഒരുങ്ങുവാനുള്ള ഞങ്ങളുടെ ഈ വ്രതത്തിൻ്റെ കാലയളവിൽ 1-ാം ദിനത്തിൽ ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാനും ധ്യാനിപ്പാനും തന്നിരിക്കുന്ന ഈ ഭാഗ്യകരമായ അവസരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ പിതാക്കന്മാർ വ്രതമെടുത്ത് മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിച്ചതുപോലെ ഞങ്ങൾക്കും പൂർണ്ണ വിശുദ്ധിയോടെ ഈ കാര്യം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മർത്തമറിയ ലോകബിംബങ്ങളെയൊക്കെയും വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് സർവ്വനന്മകളാലും അനുഗ്രഹിക്കപ്പെട്ടതിനാൽ അവൾ ദൈവത്തിൻ്റെ മാതാവായി തീരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ കർത്താവ് ഞങ്ങളും ലോകബിംബങ്ങളെ വെടിഞ്ഞ് നോമ്പ്, നമസ്കാരം മുതലായ നന്മകളാൽ അലങ്കരിക്കപ്പെട്ടവരും നിനക്ക് വസിപ്പാൻ തക്ക വിശുദ്ധാലയങ്ങളുമായി തീരുവാൻ യോഗ്യരായ തീരണമെന്ന് പ്രാർത്ഥിച്ച ആ പിതാക്കന്മാരെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഹവ്വാ സ്ത്രീ മൂലം വന്ന ആ നാശം പരിശുദ്ധ കന്യമറിയാം മൂലം തീർപ്പാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട നിത്യകന്യയായ മർത്തമറിയാം അമ്മയുടെ പ്രാർത്ഥനകളാൽ കർത്താവെ ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും ശുശ്രൂഷകളും അവിടുത്തെ കൈക്കൊള്ളുന്ന അനുഭവമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളാൽ കൊത്തിനിയിലെ കല്യാണത്തിൻ്റെ അത്ഭുതകരമായ വീഞ്ഞിൻ്റെ കുറവിനെ തീർത്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ശുശ്രൂഷകളുടെയും കുറവ് തീർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ മാതാവിൻ്റെ മരണസമയത്ത് മാലാഖമാരുടെയും നിബിയന്മാരുടെയും ശ്രീഹന്മാരുടെയും സഹദന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സകല പരിശുദ്ധന്മാരുടെയും കൂട്ടത്തോടുകൂടി അവിടുന്ന് എഴുന്നള്ളി അവരുടെ ആത്മാവിനെ ബഹുമാനത്തോടെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ നോമ്പിനെയും പ്രാർത്ഥനകളെയും കൃപയോടെ ദർശിച്ച് കൈക്കൊള്ളണമെന്ന് വിശുദ്ധ പിതാക്കന്മാരോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ അവളുടെ ശരീരം മാലാഖമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും എതിരേൽപ്പാലും സംഗീതങ്ങളാലും ഘോഷത്താലും ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനകളും സ്വർഗത്തിൽ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുമാറാകണമേ. നിന്നിടുന്നുള്ളതായ ഞങ്ങളെ അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടപെടാതെ ശ്രമിക്കുന്ന സാത്താനും സൈന്യങ്ങളും ലജ്ജിച്ച് ഓടുകയും ചെയ്യുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റുവാനായിട്ട് തന്നെ. പരിശുദ്ധ മാതാവ് ഈ കൃപായുഗത്തിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് തൻ്റെ ജീവിതം വിട്ടുകൊടുത്തു. യേശുവിനെ വളർത്തുവാനും വഹിക്കുവാനും വളർത്തുവാനും എല്ലാം മാതാവ് ചെയ്തതായ ശ്രമങ്ങളെല്ലാം മാതാവിനെ സ്വർഗത്തോളം ഉയർത്തി എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കിയത്. നമ്മളും അതുപോലെ യേശുവിൻ്റെ മനുഷ്യാവതാരം തുടരുവാൻ നമ്മളെ നോക്കി വിട്ടുകൊടുക്കാം. സഭ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണെന്നുള്ള ആ വചനപ്രകാരം 21-ാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം തുടരുവാൻ നമ്മുടെ കന്യകകളായിരിക്കുന്ന പ്രാണക്കുട്ടികളെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. അവിടെ കർത്താവ് ജനിച്ച് വളർന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോസ്തലനായ പൗലോസിന് വചനിപ്പ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് യേശുവിനെ വളർത്തുന്ന പരിപാടി, യേശുവിനെ സാക്ഷിക്കുന്ന പരിപാടി ഏറ്റെടുത്തു. എങ്ങനെയാണ് നമ്മളും ആ അവസ്ഥയിൽ വളർത്തപ്പെട്ട് എടുക്കപ്പെടുന്നു എന്നുള്ള കാര്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് സാക്ഷിക്കുന്നുണ്ട്. നമുക്കും ആ അനുഗ്രഹങ്ങൾ ഈ നോമ്പ് മൂലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനായിരിക്കുമെന്ന് പഴയ നിയമത്തിലേ പറഞ്ഞു വെച്ചിരിക്കുന്ന കർത്താവ് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ അതേ അനുഭവം നമുക്ക് തരുവാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉദ്ഘോഷണം, വചനിപ്പിൻ്റെ ശുശ്രൂഷ മാലാഖ ആരംഭിച്ചു. നമുക്ക് ആ വചനങ്ങൾ എഴുതപ്പെട്ടത് നമ്മൾ വായിച്ച ആ അനുഭവം നമ്മൾ സ്വന്തമാക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടുമ്പോൾ നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന
കർത്താവിൻ്റെ വചനിപ്പിൻ്റെ ശുശ്രൂഷ എല്ലാ ദിവസവും നമ്മൾ തുടരുകയാണ്. നമ്മൾ കേട്ടതും വായിച്ചതും അറിഞ്ഞതുമായ വചനം നമ്മളെ മാതാവ് എത്തിച്ചിട്ടുണ്ടോ? മാതാവ് ഇപ്പോൾ എവിടെ എത്തിയോ അവിടെ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണന് എത്തണമെന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണനും അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ മാറിൽ വിശ്രമിക്കും. യേശുവിൻ്റെ കല്യാണ ദിവസം ആ മാറിലുള്ള നമ്മുടെ പ്രാണനെയും കൊണ്ട് വന്ന് മണവാട്ടി സഭ സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് മാതാവിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മിൽ നടക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ സമാധാനത്തിൻ്റെ ദൈവം, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞാണ് മാലാഖ മാതാവിനെ സമീപിക്കുന്നത്. അവൻ നമ്മുടെ സമാധാനം എന്ന എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനും ആ സമാധാനം കിട്ടി. സമാധാനമായ യേശുവിനെ മാതാവിന് കിട്ടി, പൗലോസിന് കിട്ടി, നമുക്ക് കിട്ടിയോ? സമാധാനം ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയായ യേശുവിനെ നമ്മൾ, വചനമായ യേശുവിനെ മാംസം ധരിക്കുവാൻ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കണം. മാതാവ് ചെയ്ത പണി ചെയ്യാമെങ്കിൽ നമുക്കും യേശുവിന് മാതാവിന് ലഭിച്ചിടത്തോളം സ്ഥാനവും പദവിയും മഹത്വവും ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ നമ്മൾ സഭാജീവിതം തുടരുകയാണ്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. ഈ മുഴുവനും ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിലെന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നത്? അതിൻ്റെ വിശദീകരണം തുടർന്ന് പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധീകരണം എങ്ങനെയാണ് മുഴുവനാക്കുന്നത്? അത് മാമോദീസയിൽ തുടങ്ങിയിട്ടുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും, ഓരോ കുമ്പസാരത്തിലും, ഓരോ യാമപ്രാർത്ഥനയിലും, ഓരോ നിമിഷത്തിലും ആ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. നമ്മുടെ ഇത്രയും നാളത്തെ സഭാജീവിതം കൊണ്ട് ആത്മാവ് മുഴുവനായി ശുദ്ധീകരിക്കപ്പെട്ടു. ആത്മാവ് എങ്ങനെയാണ് അശുദ്ധമാകുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ദൈവാത്മാവ്, വിശുദ്ധന്മാർ, മാലാഖമാർ ഇവരൊക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ വിശുദ്ധിക്ക് സഹായകരമാണ്. പക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ദുരാത്മാക്കളുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മാക്കളെ അശുദ്ധമാക്കും. ഇപ്പം നമ്മളുടെ കൂടെ അനേക ദുരാത്മാക്കൾക്ക് നടക്കുവാനുള്ള സാഹചര്യവും സാധ്യതയും ഈ ലോകത്തിലുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ അശുദ്ധനാക്കി അവൻ്റെ കൂടെ ആയിരക്കണക്കിന് ഭൂതങ്ങളുണ്ടായിരുന്നു. ലിഗിയോൻ, ഞങ്ങൾ അനേകരാണെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ ഒന്നിലധികം ഭൂതങ്ങൾക്ക് നമ്മുടെ കൂടെ വരാൻ, നമ്മൾ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം കിടപ്പുണ്ട്. നമ്മുടെ ആത്മാക്കളോട് കൂട്ടുപിടിച്ച് അതിൻ്റെ കൂടെ ജീവിക്കുന്ന ആത്മാക്കളെ ദൂരീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. നമ്മുടെ ആത്മാവ് 100% വിശുദ്ധമാണോ? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നതുകൊണ്ട് ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ട് നിത്യ അഗ്നിക്ക് വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന വഴി ഭൂമിയിൽ തങ്ങിയിരിക്കുന്ന പിശാചും അവൻ്റെ സൈന്യവും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി, നമ്മൾ പാപം ചെയ്ത് നമ്മളെ തന്നെ വിറ്റ് പിശാചിന് അവകാശം വന്നിട്ട് അവർ നമ്മളെയും കൊണ്ട് നടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനാണ് ആദ്യമായ പരിഹാരം ഉണ്ടാകേണ്ടത്. ആത്മശുദ്ധി. 73-ാം സങ്കീർത്തനക്കാരൻ എപ്പോഴാണ് ശുദ്ധീകരിക്കപ്പെട്ട് അവൻ്റെ കയ്യിൽ ദൈവം കയറി പിടിച്ചതെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാണ് ദുരാത്മാക്കൾ, ദുരാശകൾ, അത്യാഗ്രഹങ്ങൾ മുതലായ ദുരാത്മാക്കളെ നമ്മളേക്ക് ആകർഷിക്കും. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തിനു വേണ്ടിയും ആഗ്രഹിക്കുവാനും സ്വീകരിക്കുവാനും ഒക്കെ. എനിക്ക് ദൈവം മാത്രം മതി എന്ന് പറഞ്ഞാലേ നമ്മുടെ ആത്മാവ് ശുദ്ധമാവുകയുള്ളൂ. ദൈവത്തെ കൂടാതെ എന്തിനെങ്കിലും ആഗ്രഹിച്ചാൽ അതിലൊക്കെ തിന്മയ്ക്കൂടെ ഒരു അവകാശം കാണും. ഈ ഭൂമിയിൽ സകലവും ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, അശുദ്ധ ആത്മാക്കൾക്ക് ഒരവകാശമില്ലാതെ ലോകത്തിൽ ജനിക്കുകയും വളരുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശുവിനെ മാത്രം ആഗ്രഹിച്ചാൽ ഒരു അശുദ്ധാത്മാവിന് നമ്മുടെ കൂടെ കൂടാനൊക്കെയില്ല. അശുദ്ധാത്മാവിന് അടുക്കാനൊക്കാത്ത ഒരാൾ, കയറാനൊക്കാത്ത ഒരാൾ കർത്താവാണ്.
കർത്താവ് അങ്ങനെ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി വന്ന് മനുഷ്യനായി നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ ആത്മാവ്, ആ യേശുവിനെ ഓർത്തുകൊണ്ടുള്ള ആരാധന, ഇവയെല്ലാം നമ്മളെ ശുദ്ധീകരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ആരാധന സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ പല കാരണത്താൽ നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഏറെ ഏതെങ്കിലും ആത്മാക്കളുണ്ടെങ്കിൽ ആത്മാക്കളോട് പറയണം, നിങ്ങൾ പൊക്കോ, നിങ്ങൾക്ക് യേശു മാത്രം മതി. ആസാഫിൻ്റെ ശരീരവും ഹൃദയവും ആത്മാവും ശുദ്ധീകരിക്കപ്പെട്ടത് താൻ ആ അവസ്ഥയിൽ എത്തിയപ്പോഴാണ്. താൻ പൊട്ടനാണ്, നിത്യാബോധമുള്ള ആളാണ്, അശുദ്ധനാണ്, അത്യാഗ്രഹിയായിരുന്നു, അസൂയക്കാരനായിരുന്നു. ഞാനതെല്ലാം ഉപേക്ഷിച്ചു, എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, യേശു മാത്രം, അല്ലെ ദൈവം മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ദൈവം കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ ആ ശുദ്ധ ഹൃദയത്തിൽ ദൈവം വസിച്ചുകൊണ്ട് തന്നെ മഹത്വത്തിലേക്ക് ആനയിച്ചു എന്നാണ് ആസാഫിൻ്റെ സാക്ഷ്യം. 71 സംഗീതത്തിൻ്റെ അവസാനം വരുമ്പോൾ താൻ ഒരു വ്യക്തമായിട്ടൊരു പ്രസ്താവന നടന്നു, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്നവരെ അവൻ നശിപ്പിച്ചു കളയുന്നുമുണ്ട്. അപ്പോൾ ആത്മീയ വ്യഭിചാരം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആത്മീയ വ്യഭിചാരം, ആത്മീയ പരസംഗം എന്താണ്? നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പോൾ സൃഷ്ടാവായ ഭർത്താവിനെ കൂടാതെ ഏതെങ്കിലും ദുരാത്മാക്കളുമായി അവിഹിത ബന്ധം പുലർത്തുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആത്മാക്കളൊക്കെയും അശുദ്ധ ആത്മാക്കളൊക്കെയും മനുഷ്യാത്മാക്കളുമായി ഇടകലർന്ന വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ പാപികളും പാപം ചെയ്യുന്നവരും പാപം ചെയ്യിപ്പിക്കുന്നവരുമാണ്. അവർ കത്തുന്നതിന് മുമ്പ് അവരുടെ ദുരാഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അങ്ങനെ പരക്കം പായുകയാണ്. അങ്ങനെ ഈ ലോകത്തിൽ ദൈവത്താൽ തള്ളപ്പെട്ടിട്ട് ദൈവത്തെ വേണ്ടാതെ ദൈവത്തെക്കാൾ ദൈവത്തിൻ്റെ ദാനങ്ങൾ മതി എന്ന് വിചാരിച്ച് അത്യാഗ്രഹികളും ശപിക്കപ്പെട്ടവരുമായി നിത്യനരകത്തിന് വിധിക്കപ്പെട്ട പിശാചുക്കളാണ് നമുക്ക് ദുരാഗ്രഹങ്ങൾ വരുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തെ അല്ലാതെ എന്തിനെങ്കിലും ആഗ്രഹിച്ചാൽ അതിനോട് പിശാചിനോട് കൂടാൻ സാധിക്കും, നമ്മളെ അശുദ്ധമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണത്തിന് നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയണം. 71 സംഗീതത്തിന് പാടിയാൽ പോരാ, വായിച്ചാൽ പോരാ, വാസ്തവത്തിൽ ആത്മാർത്ഥമായി എനിക്കത് ബോധ്യമായിരിക്കുന്നു. പിശാചിന് അവകാശമില്ലാത്തതും പിശാചിനെ തോൽപ്പിച്ചതും പിശാചിന് ചോദിച്ചിടത്തോളം പൊന്നുമല കൊടുത്ത് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങാനുള്ള എഗ്രിമെന്റ്, അതിനുള്ളതായ എല്ലാ ഇടപാടും ചെയ്ത ഒരാൾ യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുക്കൾ മാത്രമേ ശുദ്ധിയുള്ളൂ, യേശുക്കളിൽ മാത്രമേ മോക്ഷമുള്ളൂ എന്നുള്ള ബോധ്യം വന്നിട്ടാണ് കഥ. നീ മാത്രം എനിക്ക് മതി, നീ തരുന്നത് മതി, തരുമ്പം മതി, തരുന്നിടത്തോളം മതി. അതിലൊന്നും നമുക്ക് യാതൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിനും ദൈവേഷത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ദൈവരാജ്യം നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഭരണം ഉണ്ടാകുന്നത്. അപ്പോസ്തലനായ പൗലോസിന് ആഗ്രഹം ഉണ്ടായി. പൗലോസ് ആ അനുഭവത്തിൽ നിന്നാണ് 1 കൊരിന്ത്യർ 2 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, കുരിശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ എനിക്കൊന്നും അറിയണ്ട. അല്ലാത്ത അറിവൊക്കെ നമ്മളെ അശുദ്ധമാക്കും. യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതി. യേശുവിനെ അല്ലാതെയുള്ള അറിവുകൾ മുഴുവനും അവരുമായിട്ട് ബന്ധം വരിക. അറിവെന്ന് പറയുന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. അറിവെന്ന് പറയുന്ന ആഴമായ ബന്ധമാണ്. അതുകൊണ്ടാണ് പ്രചരിപ്പിൻ്റെ ദിവസത്തിൽ പരിശുദ്ധ കന്യാമറിയാൻ പറഞ്ഞത്, ഞാൻ കന്യകയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ല, പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ഗർഭിണിയാകും? അത് നല്ലൊരു ചോദ്യവും നല്ലൊരു സംശയവുമായിരുന്നു. അത് എല്ലാ തലമുറക്കാർക്കും കന്യാമറിയാവിനെ കുറിച്ച് വെളിപ്പാട് ലഭിക്കാൻ പറ്റിയ ചോദ്യമായിരുന്നു. ഇതുപോലെ നമ്മുടെ ദേഹീയ മണ്ഡലം കന്യകയായി തന്നെ ഇരിക്കണം. നമ്മുടെ പ്രാണക്കുട്ടികൾ എന്നും ഒരു പുരുഷനാൽ ഒരു അശുദ്ധാത്മാവിനാലും തൊടപ്പെടാതെ പാതിവൃത്യത്തോടെ കന്യാവൃതത്തോടെ ഇരിക്കണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. അപ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയായി തീരേണ്ട നമ്മുടെ ദേഹീയ മണ്ഡലത്തിലെ പ്രാണക്കുട്ടികൾ ആരാലും തൊടപ്പെടാതെ കന്യയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏതെല്ലാം ഭൂതങ്ങൾ നമ്മളെ തൊട്ടിരിക്കുന്നു. ഭൂതങ്ങൾ തൊട്ടാൽ നമ്മുടെ ശക്തി അങ്ങോട്ടും പോകും, അവിടുത്തെ അശുദ്ധി ഇങ്ങോട്ടും വരും. തൊട്ടിട്ട് ചുമ്മാതിരിക്കാനൊക്കെ. വിദ്യാശക്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാശക്തി ഒഴുകുന്ന കമ്പിയിൽ ആരെങ്കിലും തൊട്ടാൽ കമ്പി കറണ്ട് ഇങ്ങോട്ട് വരും. അതിന് വരാതിരിക്കാനൊക്കെയില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് വേറെ ആരും തൊടാതിരിക്കുന്ന അവസ്ഥ വരികയുള്ളൂ. അതാ പാതിവൃത്യം വിശുദ്ധി എന്ന് പറയുന്നത്. ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, വേറെ ആരും എന്നെ തൊടാൻ പാടില്ല. ആ ഒരു നിർബന്ധം നമുക്കുണ്ടോ? അപ്പോസ്തലനായ പൗലോസിനെ കൊലോസ്യർ 1 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ തനിക്ക് കിട്ടിയ ആഴമായൊരു ബോധ്യമാണ്, ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ്, യേശുക്രിസ്തുവിന് വേണ്ടി രക്ഷിക്കപ്പെട്ട ആളാണ്, വീണ്ടെടുക്കപ്പെട്ട ആളാണ്. അതിനെ
സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിക്കുന്നതിന് ഒത്തിരി അവകാശമുള്ള ആളിൻ്റെ തന്നെയാണ് ഞാൻ എന്നതിനെ അവന് കൊടുക്കുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനീതി, ഏറ്റവും വലിയ അന്യായം. അതാണ് ഒടേക്കാലം നമ്മളെ കൊടുക്കാതെ കൊണ്ടു നടക്കുന്ന മോഷണോ. ഏതെങ്കിലും ഒരു സാധനം നമ്മളെ ഇരിക്കുന്നു, അത് ആരുടേതാണെന്ന് അറിയാമെങ്കിൽ അത് അവരറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയാമെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് മോഷണമാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് യേശുവിൻ്റെ വകയായ നമ്മുടെ പ്രാണക്കുട്ടികളെ നമ്മൾ പിശാചിന് കൊടുക്കുകയും പിശാചിന് തൊടാൻ അനുവദിക്കുകയും ചെയ്യുന്നത് എന്തൊരു അന്യായമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കന്യക, എൻ്റെ ശരീരം ദൈവത്തിൻ്റെയും എൻ്റെ ഭാവി ഭർത്താവിൻ്റെയും വകയാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ കർത്താവല്ലാതെ എന്നെ തൊടാൻ പാടില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കർത്താവിൽ എന്നെ ആരും കാണാൻ പാടില്ല. ഈ വ്രതമുണ്ടോ? ആ വ്രതം ഇല്ലാതെ കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ് കല്യാണം ചെയ്യുവാകാത്ത, നല്ല പിള്ളേരുണ്ടാകാത്ത. ഉണ്ടായാൽ അതിനെ ബുദ്ധിമാന്യമോ അംഗവൈല്യോ വരുന്നതിൻ്റെ കാര്യം ഇതാണ്. വേറെ പലരെ അറിയിച്ചേച്ച് തൊട്ടേച്ചായി കല്യാണത്തിന് പോകുന്നു, ശുഭാവുകയില്ല. അതിനുമുമ്പ് സത്യകുംഭസാരം നടത്തി ആരെയെല്ലാം തൊട്ടു, ആരെ കൊണ്ടെല്ലാം തൊടിയിച്ചു, അതിനെല്ലാം പ്രായശ്ചിത്വവും ചെയ്ത് പരിഹാരം വരുത്തി എൻ്റെ ദൈവമേ നീ മാത്രം മതി എന്ന് പറഞ്ഞ ശുദ്ധിയോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാലേ നല്ല പിള്ളേരെ കിട്ടുകയുള്ളൂ, നല്ല ബന്ധം കിട്ടുകയുള്ളൂ, നല്ല ജീവിതം ഉണ്ടാകുകയുള്ളൂ. ഈ കാര്യങ്ങൾ പൗലോസിന് ബോധ്യമായി. പൗലോസിന് ബോധ്യമായി തന്നെ ശുദ്ധീകരണത്തിന് വേദന അറേബ്യയിൽ മാറിയിരുന്നു. മരുഭൂമിയുടെ അനുഭവം വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന് താൻ ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമാണ് ഈ അനുഭവം എനിക്കുണ്ടായിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം 21 സമാധാനത്തിന് ദൈവം തന്നെ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ കുറ്റമറ്റതായ പൂർണ്ണതയോടെ കാക്കപ്പെടണം. ഈ ഒരു ബോധ്യം വേണം. കർത്താവ് വരാത്തതിൻ്റെ കാര്യം ശുദ്ധീകരണം പൂർത്തിയായിട്ടില്ല. വിശുദ്ധനായ ദൈവത്തിന് വിശുദ്ധമായ മണവാട്ടിയോടെ ചേരാനൊക്കെ ഉള്ളൂ. എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ താൻ അറച്ചു മാറി നിൽക്കും. ഇന്ന് കർത്താവ് നമ്മുടെ അടുത്ത് വരാത്തതും നമ്മളെ തൊടാത്തതും നമ്മളെ ആശ്വസിപ്പിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? ആരൊക്കെയോ തൊട്ടതിൻ്റെ ആ വൃത്തികേട് മാറിയിട്ടില്ല ഇതുവരെ. അതെവിടെയെല്ലാമാണെന്നറിഞ്ഞ് നമ്മൾ കരയുകയും വിലപിക്കുകയും അനുദപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ശുദ്ധീകരണം പൂർത്തിയാകൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പലതരം അശുദ്ധികളുണ്ട്. ആ അശുദ്ധി മാറാനുള്ള കാലയളവിനും വ്യത്യാസമുണ്ട്. ഒരു അശുദ്ധി പറ്റിപ്പോയാൽ ഒരു ദിവസം കൊണ്ട് കാത്തിരുന്ന് സന്ധ്യയ്ക്ക് തീർക്കാവുന്ന അശുദ്ധികളുണ്ട്. പഴയ നിയമത്തിൽ അശുദ്ധിയെക്കുറിച്ച് പറയുന്ന പാഠത്തിൽ ഏതെങ്കിലും ഒരു അശുദ്ധി പറ്റിയാൽ സന്ധ്യ വരെ മാറിയിരുന്ന് അനുദപിച്ച് ശുദ്ധീകരണ പ്രക്രിയകൾ നടത്തിയാൽ സന്ധ്യ കഴിയുമ്പോൾ മാറുന്ന അശുദ്ധികളുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അശുദ്ധികളുണ്ട്, 40 ദിവസം നീണ്ടു നിൽക്കുന്ന അശുദ്ധികളുണ്ട്, 80 ദിവസം നീണ്ടു നിൽക്കുന്ന അശുദ്ധികളുണ്ട്, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അശുദ്ധികളുണ്ട്. ഓരോ ഇനം അശുദ്ധിക്കും ഓരോ കാലയളവ് പഴയ നിയമത്തിലുണ്ടായിരുന്നു. നമുക്കുള്ള അശുദ്ധികളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. കർത്താവ് ഏതെല്ലാം എന്നെ അശുദ്ധിയാണ് എനിക്കുള്ളത്? എൻ്റെ ആത്മാവിൻ്റെ കൂടെ എത്ര അശുദ്ധാത്മാക്കളുണ്ട്? അവർക്ക് എന്തുമാത്രം അവകാശമുണ്ട്? ദൈവൻ ബാധിച്ച മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6000 ഭൂതങ്ങളെല്ലാം കൂടെ സംയുക്തമായ മെമ്മോറാണ്ടം യേശുവിൻ്റെ സന്നിധി സമർപ്പിച്ചു. നീ വിശുദ്ധനാണ്, ഇയാളെ രക്ഷിക്കാൻ വന്നതുമാണ് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾക്ക് അവൻ്റെ മേൽ അവകാശം കിടക്കുന്നു, ഇനിയും കിടപ്പുണ്ട് കാലം. ഇപ്പോൾ ഞങ്ങളെ ഇറക്കാൻ പറഞ്ഞ അന്യായമാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് അവകാശമുള്ള അവളുടെ അടുത്ത് ഞങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കിയിട്ട് നീ ഇവനെ രക്ഷിക്കാൻ വന്നാണെങ്കിൽ ഞങ്ങളതിനോട് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞത് കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. നേരാ നീ പറഞ്ഞത്, പക്ഷെ നിന്റെ കാലം തീരുന്നവരെ എനിക്ക് നോക്കിയിരിക്കും, എനിക്ക് നേരമില്ല. എനിക്ക് എൻ്റെ സമയത്തിന് മുമ്പിൽ എൻ്റെ വേല തീർക്കണം. അതുകൊണ്ട് നീ ചോദിക്കുന്നിടത്തോളം പൊന്നുമല തന്നിട്ട് പകരം 2000 പന്നിയെ ചോദിക്കുന്ന പന്നിയെ തന്നെ തന്നേക്കാം എന്ന് പറഞ്ഞ് അത്രയ്ക്ക് വിലയുള്ളതാണ് ഈ ശുദ്ധീകരണം വീണ്ടെടുപ്പെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ 2000 പന്നിയെ കൊടുത്ത് അവനെ ശുദ്ധീകരിച്ചപ്പോൾ അവനെ അശുദ്ധമാക്കി അശുദ്ധാത്മാക്കൾക്ക് കയറാൻ 2000 പന്നിയെ കിട്ടി. പന്നിയിൽ കയറി ഇവനെ കൊല്ലുന്നതിന് പകരം അതിനെ കൊല്ലാൻ വെള്ളത്തിലേക്ക് എടുത്തിയാടി. അവന് വെള്ളത്തിൽ പിന്നെ ഈ അശുദ്ധാത്മാക്കൾ വെള്ളത്തിൽ അവന് താമസം. ഇങ്ങനെ അശുദ്ധാത്മാക്കൾക്ക് സ്ഥലം മാറാനും കുടിയേറാനും കുടിയിറങ്ങാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ സമാധാനത്തിന് ദൈവം നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാക്കളുടെ കൂടെയുള്ള എല്ലാ അശുദ്ധാത്മാക്കളുടെയും അവകാശങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങൾ, അവിടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുന്ന ദൈവസന്നിധി പറയണം, കർത്താവേ നീ അവർ ചോദിക്കുന്ന പകരം കൊടുത്ത് എന്നെ ശുദ്ധീകരിച്ച് എനിക്ക് നീ മാത്രം മതിയെന്ന അവസ്ഥ, നിന്നോട് മാത്രം എനിക്ക് ബന്ധമുണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നിരന്തരം നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മശുദ്ധി പൂർണ്ണമാകുന്നത്.
ഈ ലാഭോടുകൂടിയാണ് പിതാക്കന്മാർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് ആരാധനയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവമേ എൻ്റെ ആത്മാക്കൾ അശുദ്ധമാണ്, എൻ്റെ ആത്മാവ് അശുദ്ധ ആത്മാക്കളാൽ അശുദ്ധമാണ്, അവരെല്ലാം അവകാശവും തീർത്ത് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാണല്ലോ, നിന്റെ പരിശുദ്ധി പറിച്ച് എനിക്കൂടെ തരണേന്നാ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു പറയുന്നത് എൻ്റെ പ്രാണനും അശുദ്ധമാണ്. എൻ്റെ പ്രാണൻ കന്യകയായി പ്രാണപ്രിയനായ യേശുവിൻ്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയിക്കപ്പെട്ടതാണെങ്കിലും കല്യാണോറപ്പ് കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ ശത്രുവായിട്ട് എനിക്ക് ബന്ധമുണ്ടായിട്ടുണ്ട്. ആ ശത്രു എന്നെ തൊട്ടിട്ടുണ്ട്, ഞാൻ അവനെയും തൊട്ടിട്ടുണ്ട്. അതിന് തെളിവ് അവൻ്റെ ഇരിപ്പുമുണ്ട്. അപ്പോൾ എൻ്റെ പ്രാണൻ അശുദ്ധിയാണ്. എൻ്റെ പ്രാണക്കുട്ടി കന്യയല്ലപ്പോൾ, കന്യാവ്രതം നഷ്ടപ്പെട്ടു. ക്ഷമിക്കണം, എന്നെ ഇനി ഒരു പുതിയ സൃഷ്ടിയാക്കി പിന്നെയും കന്യയാക്കണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ കന്യാവ്രതം നഷ്ടപ്പെടുന്ന ഒരാൾക്ക് പുതിയ സൃഷ്ടിയായി വീണ്ടും ഒന്നുകൂടെ ജനിച്ചാലേ പിന്നെ കന്യയാകാനൊക്കെ ഉള്ളൂ. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് മഗ്ദല മറിയം. മഗ്ദല മറിയത്തിൻ്റെ കൂടെ 7 ഭൂതങ്ങൾ കയറിയപ്പോൾ അവൾ വേശ്യയായി തീർന്നു. ഒത്തിരി പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഒത്തിരി പുരുഷന്മാർ ഇവളെ എടുത്തുകൊണ്ട് പോയി, അല്ലെ ഇവൾ അവരെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ആ ബന്ധത്തിൽ മഗ്ദല മറിയത്തിൻ്റെ പ്രാണൻ കന്യാത്വം നഷ്ടപ്പെട്ട് അശുദ്ധിയായി തീർന്നപ്പോൾ ഇനി മേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വചനം അവൾ വിശ്വസിച്ചിട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാപികളോടും അവൾ യാത്ര പറഞ്ഞിട്ട് മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ എനിക്കിനി ജീവിച്ചിരിക്കാൻ അർഹതയില്ല, എനിക്കിനി ആരുമില്ല, എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ആ സമയത്താണ് യേശുവിൻ്റെ വചനം അവൾ സ്വീകരിച്ചപ്പോൾ 7 ഭൂതങ്ങൾക്ക് കർത്താവ് പകരം കൊടുക്കുകയാണ്. ആ 7 ഭൂതങ്ങൾക്ക് പകരം കൊടുത്ത് അവരെ അവിടുന്ന് മാറ്റി. എന്നിട്ട് അവളെ പുതിയ സൃഷ്ടിയാക്കുകയാണ്. അവളുടെ പ്രാണനെ മുഴുവൻ കർത്താവ് വില കൊടുത്ത് തൻ്റെ ഉള്ളിലാക്കുകയാണ്. അങ്ങനെ ഒരാൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുമെന്ന് പറഞ്ഞ അവനും അവിടെ നടപ്പിലാക്കുകയാണ്. പഴയ സൃഷ്ടി 7 ഭൂതങ്ങൾക്ക് പകരം കൊടുക്കാൻ ഞാൻ തന്നെ ഇവൾക്ക് വേണ്ടി മരിച്ചോളാമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞു. അതിന് പകരം വേറെ പകരം ജീവികളിലേക്ക് ഇതിനെയൊക്കെ തിരിച്ചു വിട്ടു കഴിഞ്ഞ് മഗ്ദല മറിയത്തിൻ്റെ അശുദ്ധമായി പോയ ദേഹിയുടെ മണ്ഡലത്തെ പുനഃസൃഷ്ടി നടത്തുകയാണ്. പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അവൾ വീണ്ടും കന്യകയായി. അപ്പോൾ കന്യകാവ്രതം സംരക്ഷിക്കുവാൻ തക്കോണം ആ മഗ്ദല മറിയം യേശുവിൻ്റെ വചനം വിശ്വസിച്ച് യേശുവിൻ്റെ വചനം മാംസം ധരിക്കുവാൻ തൻ്റെ ശരീരം വീണ്ടും വിട്ടുകൊടുക്കുകയാണ്. തൻ്റെ ശരീരത്തിലും തൻ്റെ ദേഹിയിലും ദൈവവും ദൈവത്തിൻ്റെ വചനവും വസിക്കുന്നു. വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ യേശുവിൻ്റെ പുറകെ നിന്ന് മാറാതെ ജീവിക്കുന്നു. ഞാൻ നിന്നെ വിട്ടിട്ട് ഇനിയും പോവുകയില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാൽ വീണ്ടും പാപം ചെയ്യേണ്ടി വരും. ഇത്രയും നാൾ ഞാൻ പുരുഷന്മാരെ തപ്പി നടന്നവരെ എടുത്തുകൊണ്ട് നടക്കുക, നീ നേരെ തിരിച്ചായിരിക്കും. പഴയ പുരുഷന്മാർ എന്നെ തപ്പി വരും, അവരെന്നെ എടുത്തുകൊണ്ട് പോകും, എനിക്ക് എതിർക്കാനൊക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടങ്ങ് പോവുകയില്ല, എന്നെ കൈവിടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടാക്കി. മഗ്ദല മറിയം പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ അവളെ വളർത്താൻ വേണ്ടി ഒരു മൊബൈൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടാക്കി അവളെ കൊണ്ടങ്ങ് നടന്നു. ഒരാളെ കയറ്റി കഴിഞ്ഞപ്പോൾ പറയാം ഞങ്ങളെയും കൂടെ കൈവിടില്ലേ എന്ന് പറഞ്ഞാൽ വേറെ സ്ത്രീകളും കയറി. എത്ര പേരുണ്ടായിരുന്നെന്നാ ലൂക്കോസ് 8 വായിച്ചു നോക്കി. ഇങ്ങനെ പുതിയ സൃഷ്ടികളായി ശുദ്ധീകരണം നിലനിർത്താൻ വേണ്ടി യേശുവിൻ്റെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലുണ്ടായിരുന്ന സ്ത്രീകളുടെ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എത്ര പേരുണ്ടായിരുന്നു? പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. 12 ശിഷ്യന്മാരുണ്ട്. വേറെ നോക്കിയേ എത്ര പേരുണ്ടായിരുന്നെന്ന് ലൂക്കോസ് 8-നകത്ത്. അപ്പം നമ്മൾ ഇതുപോലെ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, കിട്ടിയ വിശുദ്ധി നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും, കർത്താവിൻ്റെ കൂടെ തന്നെ നടക്കേണ്ടി വരും. അതാണ് ക്രിസ്തീയ ജീവിതം. ലൂക്കോസ് 8 ഏതെല്ലാം തരം സ്ത്രീകൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു? 12 പേർ. അപ്പോൾ 12 ശിഷ്യന്മാർ പുരുഷന്മാരാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ദുരാത്മാക്കളെയും വ്യാധികളെയും സൗഖ്യപ്പെടുത്തിയ ചില, അപ്പോൾ 1-ലധികം സ്ത്രീകളുണ്ട്. പിന്നെ 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാന്റെ കാര്യവിജനായ കൂസയുടെ ഭാര്യ യോഹന്ന, ശൂശന്ന തങ്ങളുടെ വസ്തു കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു മറ്റു പല സ്ത്രീ. അപ്പോൾ എത്രയെന്ന് കണക്കില്ല. മഗ്ദല മറിയത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ആരുടെയും പേര് പറഞ്ഞിട്ടുമില്ല. എത്രയെന്ന് പറയാൻ നിവൃത്തിയില്ല. 1-ലധികം പേര് കൂടെ ഉണ്ട്. 12 ശിഷ്യന്മാരുമുണ്ട്. ഇങ്ങനെ ഒരു ടീമായിട്ടാണ് കർത്താവ് വേല ചെയ്തത്. അവരുടെ വിശുദ്ധി പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇവരെയും കൊണ്ടു നടന്നത്. അതുകൊണ്ടുകൂടിയാണ് കർത്താവിനെ കുരിശിച്ചത്. കാരണം ഇവരാരാണെന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അറിയാം. അവർ പഴയ കണ്ടുകൊണ്ടാണ് ഇവരെയൊക്കെ കാണുന്നത്.
അപ്പോൾ ധ്യാനമന്ദിരത്തിലും പള്ളിയിലും കൂട്ടായ്മയിലും യോഗം നടക്കുന്നിടത്തൊക്കെ ഈ പഴയ കണ്ണുകൊണ്ട് കാണാൻ വരുന്നവരുമാണ്, പഴയ കണ്ണുകൊണ്ട് വിധിക്കുന്നവരും ഉണ്ടാകാം. അങ്ങനെ നമ്മൾ പാപികളും പാപം ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരുമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒത്തിരി വേലകൾ ലോക മനുഷ്യർ ജഡീകരിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സങ്കേതഭവൻ ഓഡിയോ മെസ്സേജ് എന്ന പേരിൽ യൂട്യൂബിൽ സുവിശേഷ സന്ദേശം കേട്ട് അനേകർ മനസാന്തരപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതേ പേരിൽ തന്നെ നഗ്ന ചിത്രങ്ങളും കയറ്റിവിടുക, ബ്ലൂ ഫിലിമിലെ ഓരോ എണ്ണങ്ങളും കയറ്റിവിടുക. ഇതാണ് ഒരു പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ യേശുവിനെ കളിയാക്കിയതുപോലെ ധ്യാനമന്ദിരത്തിൽ നിന്ന് അനേകർ നമുക്ക് നിർത്താനൊക്കെയല്ല. യൂട്യൂബ് എല്ലാവർക്കും ഉള്ളോ, ആർക്കും വേണേലും കയറാം, ഏത് പേരിൽ വേണേലും പരിപാടി കയറ്റാം. അപ്പോൾ ആരെങ്കിലും യൂട്യൂബിൽ സങ്കേതവൻ ഓഡിയോ മെസ്സേജിൽ കൂടെ ധ്യാനം സന്ദേശം കേട്ട അടുത്ത സന്ദേശം ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന നഗ്ന ചിത്രങ്ങളാണ്. അതിന് സങ്കേതഭവൻ ഉത്തരവാദിയല്ല. അത് കർത്താവിനെ കളിയാക്കിയ ദുഷ്ടന്മാരെ ചെയ്തപോലെ ഇവിടെ നടക്കുന്ന സുവിശേഷ വിലയെ കളിയാക്കുന്ന ലോക മനുഷ്യർ ചെയ്യുന്ന ഒരു തേജോവധം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് വേണേൽ ഡിലീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണേൽ ഓഫ് ചെയ്യാം. ഞങ്ങൾക്ക് ഇതിനെ കൂട്ടില്ലെന്ന് വേണേൽ പറയാമെന്നല്ലാതെ ഇതിനെ നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ ആരുടെ ലോകമായത്? പിശാചിന്റെ ലോകമാണ്. പിശാചിന്റെ ലോകത്തിൽ അവൻ ഇഷ്ടം പോലെ എന്നാ വേണേലും കർത്താവിനെ കളിയാക്കി അവൻ കള്ളനാണെന്നും വഞ്ചകനാണെന്നും വ്യഭിചാരിയാണെന്നും പറഞ്ഞാൽ കുരിശേ കയറ്റത്. അപ്പൊ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുവാൻ ഈ അശുദ്ധ ലോകത്തിൽ യേശുവിനകത്ത് അഭയം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ശുദ്ധി കിട്ടുകയുള്ളൂ, ശുദ്ധി നിലനിർത്താനൊക്കുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ കുറ്റമറ്റതായി പൂർണ്ണതയോടെ കാക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ ആത്മാവിൻ്റെയും ദേഹി അല്ലെങ്കിൽ പ്രാണന്റെയും ശരീരത്തിൻ്റെയും ശുദ്ധിക്ക് നമ്മൾ നാൾതോറും നിരന്തരമായി പല കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ മടുക്കാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറമുണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ളതായ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 3 തരം വിശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പലതുണ്ട്. നമ്മുടെ ടോയ്ലറ്റിൽ പോക്ക് നമുക്ക് നിർത്താനൊക്കുമോ? എത്ര പ്രാവശ്യം പോകണം ഒരു ദിവസം? പല കാര്യത്തിന് പോകേണ്ടി വരും. നമ്മുടെ കുളി നമുക്ക് നിർത്താനൊക്കെയില്ല. 1, 2, 3 പ്രാവശ്യം കുളിക്കേണ്ടി വരും. ഇതങ്ങനെ ആവർത്തിക്കുക. പക്ഷെ ആർക്കെങ്കിലും ഇതിനകത്ത് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുപ്പ് തോന്നുകയില്ല. കാരണം ഇന്നലത്തെ അശുദ്ധി അല്ല ഇന്നത്തെ അശുദ്ധി. ഓരോ ദിവസവും പുത്തൻ അശുദ്ധികൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നും വേർത്തുകൊണ്ടിരിക്കുന്നു, എന്നും പൊടിപറ്റിക്കൊണ്ടിരിക്കുന്നു, എന്നും മുഷിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു മടുപ്പുമില്ല. നമ്മൾ മുഷിഞ്ഞത് ഒരു കോണിലേക്ക് മാറ്റുന്നു, അത് വാഷിംഗ് മെഷീനിലേക്ക് വിടുന്നു, പിന്നെ പുതിയതെടുത്തിടുന്നു, പിന്നെ ഇങ്ങനെ നടക്കുക. ഇത് ആവർത്തിക്കുക. ഈ പരിപാടി ജീവിതത്തിനിടയിൽ ഇത് ആവർത്തിക്കേണ്ടതാണ്. യാമപ്രാർത്ഥനകൾ, സ്തോത്രം, ആരാധന, ധ്യാനം, വചനപഠനം, കുർബാന ഇത് നമുക്ക് നിർത്താനൊക്കെ ഇല്ല. ഇതങ്ങനെ തുടരുക. കർത്താവ് വരുന്നവരെയും തുടരേണ്ടിയിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പോൾ സുബോധം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും അശുദ്ധി കയറി വരും. നമ്മളെ അശുദ്ധമാക്കുവാൻ പിശാച് ആദ്യം ചെയ്യുന്ന ബോധം കെടുത്തുക എന്നുള്ളതാണ്. ബോധം കെടുത്താൻ പല പരിപാടികളുണ്ട്. മദ്യപാനവും മയക്കുമരുന്നുകളും കൊച്ചു പിള്ളേരിലേക്ക് വരെ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളുടെ ഇടയിലും ബാലന്മാരുടെ ഇടയിലും യുവാക്കന്മാരുടെ ഇടയിലും മയക്കുമരുന്നുകൾ വിതരണം ചെയ്ത് അവരെ മയക്കി അശുദ്ധരാക്കി അശുദ്ധ വേലകൾ ചെയ്ത് അങ്ങനെ തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇത് മാതാപിതാക്കൾ അറിയുന്നുണ്ടോ? അധ്യാപകർ അറിയുന്നുണ്ടോ? ഇതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ കൂടെ അനേകരെ അശുദ്ധമാക്കുന്ന അനേകർ എല്ലായിടങ്ങളിലും ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം പകലിനുള്ളവരായതിനാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക. ഒരു കവചം ആവശ്യമുണ്ട്. വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കവചത്തിൻ്റെ അകത്താണെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധി സംരക്ഷിക്കാനൊക്കെയുള്ളൂ. അതെന്നും പുതുക്കേണ്ടിയിരിക്കുന്നു. രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ടിരിക്കണം. രക്ഷയുടെ പ്രത്യാശ നമുക്കുണ്ടോ? നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണനും കുരിശെടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോയാൽ അത് യേശുവിന് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മാറിലാകുമെന്നുള്ളതായ പ്രത്യാശയിലാണ് നമ്മൾ കഷ്ടം സഹിക്കുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിൽ അങ്ങനെ യേശുവിന് വേണ്ടി നമ്മളിൽ നിന്ന് വേർപെടുന്നതായ നമ്മുടെ ജീവൻ, നമ്മുടെ ശക്തി അത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഇവയെല്ലാം യേശുവിൻ്റെ കല്യാണത്തിൻ്റെ ദിവസത്തിൽ മണവാട്ടിയായി രൂപാന്തരപ്പെടുന്ന ശരീരത്തിൻ്റെ ഭാഗമാകും
എന്ന വിശ്വാസത്തിൽ നമുക്ക് പോകാൻ കഴിഞ്ഞെങ്കിലേ എല്ലാം സഹിക്കാനൊക്കെ ഉള്ളൂ, എല്ലാം വഹിക്കാനൊക്കെ ഉള്ളൂ. ഇതെങ്ങനെ സാധിക്കുമെന്നുള്ള കാര്യം 9-ാം വാക്യത്തിൽ പറയുന്നു. ഒരു അപ്പോയിൻമെന്റ് ഓർഡർ. ക്രിസ്ത്യാനിയായിരിക്കുന്ന, യേശുവിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമില്ല. 24 മണിക്കൂറും ചെയ്യാനുള്ള ജോലിയുണ്ട്. ആ ബോധമുള്ളവർക്ക് അയ്യോ എനിക്ക് ജോലിയില്ലേ, എനിക്ക് വരുവാനില്ലേ എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ യേശുവിനെ വിശ്വസിച്ചോ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ അന്നേരം കിട്ടുന്നൊരു ജോലിയുണ്ട്. അതേതാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിപ്പാനുള്ള ഒരു നിയോഗം, ഒരു നിയമനം. നിങ്ങളുടെ വേദപുസ്തകത്തിൽ എങ്ങനെയാണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിയോഗിച്ചിരിക്കുന്നതാണ്. പഴയ വേദപുസ്തകത്തിൽ ഒരു 100 കൊല്ലം മുമ്പത്തെ പരിഭാഷ നിയമിച്ചിരിക്കുന്നു എന്ന്. അതൊന്ന് വായിക്കാവോ? പഴയ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്കർ 5:9. ദൈവം നമ്മളെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്, നമ്മളുടെ കർത്താവ് ഉണർന്നിരുന്നാലും നിയമിച്ചിരിക്കുന്ന ഒരു നിയമന കൽപ്പനയുണ്ട്. അപ്പൊ ആ നിയമന കൽപ്പന ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം നമ്മളെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്. അത് പറയാൻ കാരണം എന്താണ്? നമ്മൾ ഏൽപ്പിക്കാത്ത പണിയാൻ മിടുക്കരായുണ്ടാണ്. ഏതാ ഏൽപ്പിക്കാത്ത പണിയാ കോപം. ഏൽപ്പിച്ച പണി എന്നാ? എല്ലാം സഹിച്ച് രക്ഷപ്രാപിക്കുക എന്നുള്ളത്. 80-ാം വയസ്സിൽ ജോലി കിട്ടിയ ആളാണ് മോശ. 40 കൊല്ലം ജോലി ചെയ്തു. 120-ാമത്തെ വയസ്സിൽ ഏൽപ്പിക്കാത്ത പണി ചെയ്തു. എന്നായിരുന്നു? അതൊരു കോപമായിരുന്നു. എപ്പോഴാ കോപിച്ചത്? അപ്പൊ മോശ പിറുവിറുത്ത, വെള്ളമില്ലെന്നൊക്കെ പറഞ്ഞ് പിറുവിറുത്ത ജനങ്ങളുടെ നേരെ താനും കോപിക്കേണ്ടി വന്നു. മത്സരികളെ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുന്ന കാണണോ എന്ന് പറഞ്ഞ് അടിയെടുത്ത് 2 അടിയും കൊടുത്ത് പാറയോട് കൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ കർത്താവ് കൽപ്പിച്ചതിനായിരുന്നു വടിയൊന്നും ഇട്ട് അടിക്കേണ്ട, ഈ പ്രാവശ്യം കൽപ്പിച്ചാൽ മതി. കൽപ്പനയ്ക്ക് എതിരായി കോപം തീർക്കാൻ വേണ്ടി 2 അടിയും കൂടെ. എങ്കിലും വെള്ളം വന്നു, ജോലി പോയി കിട്ടി. എന്താ? ഇസ്രായേൽക്കാരെ നയിച്ച് കനാൻ ദേശത്ത് എത്തിക്കുന്ന പണി കമ്പൽസറി റിട്ടയർമെന്റ് വാങ്ങിച്ച് പോകേണ്ടി വന്നു. അപ്പം ഏത് വയസ്സിൽ നമുക്ക് ജോലി കിട്ടും, ഏത് വയസ്സിൽ വേണം ജോലി പോകാനും. ഈ ജോലി പോകാതെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജോലി കളയാൻ വേണ്ടി പിശാച് കൊണ്ടിരുന്ന പരീക്ഷയാണ് കോപിക്കാൻ ഉള്ള പ്രേരണ. ഭർത്താവ് ഭാര്യയോടും, ഭാര്യ ഭർത്താവിനോടും, മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും, അയൽവക്കക്കാരോടും ഒക്കെ കോപിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത് ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണോ? ആ ദുഷ്ടനെ തിരിച്ചറിയണമെങ്കിൽ ആത്മാവിന് വിവേചനപരം വേണം. അങ്ങനെ ദുഷ്ടൻ മുമ്പിൽ വന്ന് നമ്മളെ കോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. 39-ാം സങ്കീർത്തനത്തിൽ എന്നാ പറയുന്നത്? 39-ാം സങ്കീർത്തനത്തിൽ ആ ദുഷ്ടൻ മുമ്പിൽ ഇരിക്കുമ്പോൾ വായ കടിഞ്ഞാണിട്ട് കാത്തോണം. പിന്നെ ഉരിയാടാ ദൂവനായിരിക്കണം, സങ്കടപ്പെട്ട് കരയണം, ധ്യാനത്തിങ്കൽ തീ കത്തണം, അപ്പോൾ മാത്രമേ സംസാരിക്കുക. അപ്പൊ ധ്യാനത്തിങ്കൽ തീ കത്താതെ മിണ്ടരുത്. ആര് പ്രകോപിപ്പിച്ചാലും, ആരെന്തൊക്കെ ചെയ്താലും ഉടനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോണം. കർത്താവേ, ദുഷ്ടൻ തന്നെ വന്നിട്ടുണ്ട്, ദുഷ്ടൻ എന്നെ കോപിപ്പിച്ച് എന്നെ തകർക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിച്ച് ധ്യാനത്തിങ്കൽ തീ കത്തിപ്പറ്റി പറയുമ്പോൾ കൃപയും ഉപ്പുള്ള വാക്കായിരിക്കും പറയുന്നത്. അത് പ്രാണനെ രക്ഷിക്കുന്നതായിരിക്കും, പ്രാണനെ നശിപ്പിക്കുന്നതായിരിക്കില്ല. അപ്പൊ പ്രാണരക്ഷയാണ് നമ്മുടെ ജോലി, പ്രധാന ജോലി. ഇപ്പൊ പ്രാണരക്ഷയ്ക്ക് വിളിക്കപ്പെട്ട് നമുക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? പ്രാണനെ രക്ഷിച്ചാൽ അതിനുള്ള പ്രതിഫലം കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും. അപ്പൊ താഴ്മയോടെ പ്രകോപിപ്പിക്കുന്നവരുടെ അടുത്ത് മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ച് ക്ഷമയോടെ, താഴ്മയോടെ, ഭക്തിയോടെ പ്രതികരിക്കുമ്പോൾ അന്നത്തെ പ്രാണൻ യേശുവിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ കർത്താവ് സമ്മാനം തരും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ ദൈവത്തെ അനുസരിച്ച ഏലിയാവിന്റെ അടുത്തേക്ക് കാക്കയെ വിട്ടു. മഴ നിർത്തിയിരിക്കുക, 3.5 കൊല്ലത്തേക്ക് മഴയില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വരണ്ട് ക്ഷാമം മൂത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഏലിയാവിനോട് നീ ഇനി എന്നെ അടുത്തേക്കോട്ട് മാറിയിരുന്നു. അപ്പൊ ഏലിയാവിന് ആഹാരം കൊടുക്കാൻ കാക്കയെ നിയോഗിച്ചു. അതിന്റെ അർത്ഥം എന്നാ? കാക്കയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ മനസ്സുള്ള ജീവിയാണോ? കാക്കയുടെ സ്വഭാവം എന്നാ? വല്ലതും പൊത്തിക്കൊണ്ട് പോകാന്നേ അല്ലാതെ അതിന് ആർക്കെങ്കിലും കൊടുക്കുന്ന സ്വഭാവം അതിനില്ല. പക്ഷെ ദൈവം കൽപ്പിച്ചാൽ അവരും കൊടുക്കും. സങ്കേതഭവനത്തിലെ ഞങ്ങളുടെ അനുഭവം ഇതാണ്. സങ്കേതഭവനത്തിലെ കാര്യം ഓരോ കാക്ക വന്ന് ഓരോ കാര്യങ്ങൾ സാധിച്ചു പോവുക. എന്താ ഓരോരുത്തരെ കൊണ്ട് കൊടയോടെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യം നടക്കുന്നത് ആരോടും ചോദിക്കാറുമില്ല. പ്രാണരക്ഷയ്ക്ക് വേണ്ടി പ്രാണക്കുട്ടിയെ രക്ഷിക്കാനുള്ള ബന്ധപ്പാട് ചെയ്തുകൊണ്ടിരിക്കും. അതിനുണ്ട് ആര് വന്നാലും കൊടുക്കുന്ന സ്വയപരിശോധനാ സഹായി പ്രാണപ്രിയന്റെ പ്രാണക്കുട്ടി എന്ന് പറഞ്ഞ് പുസ്തകം എടുത്തു കൊടുക്കും.
പ്രാണനെ രക്ഷിച്ചോളാൻ പറയും. അതിൻ്റെ ഇടയ്ക്ക് കാക്ക വന്ന് ഇവിടുത്തെ കാര്യമൊക്കെ നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് വിഷമിക്കണം. പ്രാണപ്രിയൻ്റെ പ്രാണക്കുട്ടിയെ രക്ഷിച്ചു കൊടുക്കുന്ന പണി അങ്ങ് ചെയ്താൽ മതി. കർത്താവ് കാക്കയോട് പറയും. ആ കാക്കയുടെ വിശുദ്ധി കൊണ്ടോ കാക്കയുടെ നന്മനസ് കൊണ്ടൊന്നുമല്ല, ദൈവം കൽപ്പിച്ചു. ദൈവം കൽപ്പിച്ചാൽ മതി, നമുക്ക് വേണ്ടത് വന്നുകൊണ്ടിരിക്കും. ആ കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രാണരക്ഷയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്ത് അതിനുള്ളതായ കാര്യങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. ആ സാക്ഷ്യം നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യപ്രകാരം നാം പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല നിയമിച്ചിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാനത്രേ നിയോഗിച്ചത്. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം ആശ്വസിപ്പിക്കുകയും പരസ്പരം ആത്മീയ അഭിവൃദ്ധി വരുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യാൻ പറയുന്നു. അതിനാണ് നമ്മളിപ്പോൾ ഇന്നും കൂടി വന്നിരിക്കുന്നത്. ഈ വചനപ്രകാരം നഷ്ടപ്പെട്ട പ്രാണനെ വീണ്ടെടുക്കാനും യേശുവിൻ്റെ ഉള്ളിലായ പ്രാണൻ യേശുവിൻ്റെ വരവിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കർത്താവിൽ വളരുവാനും അങ്ങനെ ദേഹവും ദേഹി ആത്മാവും വിശുദ്ധീകരണം പ്രാപിച്ച് യേശുവിൽ മറഞ്ഞിരിക്കുവാനും തമ്മിൽ പ്രബോധിപ്പിക്കാൻ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ആവർത്തിക്കേണ്ട കാര്യത്തിൻ്റെ പട്ടിക പിന്നെ പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ വേല നിമിത്തം അത്യധികം സ്നേഹത്തോടെ അവരെ പരിഗണിക്കണം. അപ്പം ദൈവത്തിൻ്റെ വേല ചെയ്താൽ മതി. കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് അവരെ പരിഗണിക്കണമെന്ന്. അങ്ങനെയാ ചിലർ കാക്കകളായിട്ട് വരുന്നത്. അപ്പോൾ ദൈവവേല ചെയ്യുന്ന കാണുമ്പോൾ ദൈവം പറയും, അവരുടെ കാര്യം നിങ്ങൾ നടത്തുക, ഞാൻ നിങ്ങളുടെ കാര്യം നടത്താം. അങ്ങനെ ദൈവവിളി ബോധത്തോടെ ദൈവത്തെയും ദൈവത്തിൻ്റെ ശുശ്രൂഷകരെയും ആദരിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നടത്തുവാനും ദൈവം കൽപ്പിച്ചപ്പോൾ അവരെ ദൈവം 100 മടങ്ങായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാത്രം വെള്ളം കൊടുത്താൽ പോലും ദൈവം പ്രതിഫലം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രാം വാക്യത്തിലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന് വേണ്ടി ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കൊച്ചു കാര്യത്തിന് പോലും 100 മടങ്ങ് പ്രതിഫലം കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നു. അത് എത്രാം വാക്യം? അത് 1 കൊരിന്ത്യർ 15-ന്റെ പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം ദൈവം ജയിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 1 കൊരിന്ത്യർ 15-ന്റെ 58-ാമത്തെ വാക്യം എന്ന് പറയുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, ഉറപ്പുള്ളവർ, കുലുങ്ങാത്തവര്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കെ കർത്താവിന്റെ പേരിൽ എപ്പോഴും. അപ്പോൾ തൊഴിലില്ലായ്മയുണ്ടോ? പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് എവിടെയാണ് വേല എന്നുള്ള തലമുക്കി അങ്ങ് പോയിക്കൊണ്ടാൽ മതി. കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നത്തേക്ക് അങ്ങനെ പോകാം. അങ്ങനെ വിതയ്ക്കാനും കൊയ്യാനും വളവിടാനും അനേകരുടെ പ്രാണനെ നേടാനുള്ള ജോലികൾ ധാരാളം കിടക്കുന്നു. വേലക്കാർ വളരെ ചുരുക്കം, വേല അധികം. ഈ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നിരാശപ്പെടാനില്ല. തൊഴിലില്ല എന്നൊരു പ്രശ്നം ദൈവം കൊടുക്കില്ല. രാത്രിയും പോലും ചെയ്താൽ തീരാത്ത ജോലികൾ അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുക. പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഇരിക്കാൻ കർത്താവ് ഇന്ന് ഇന്നടത്ത് പോയി നീ ഇന്ന വേല ചെയ്യേ, ഞാൻ നിനക്ക് പ്രതിഫലം തരാം, ഞാനാ നിന്റെ പ്രതിഫലം എന്നെല്ലാം പറഞ്ഞ് ആ ബോധത്തിൽ ദൈവവേല ചെയ്യുന്ന എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ ഇന്ന് ടി വിയിൽ കൂടെ വരുന്നു. പൂർണ്ണ സമയം ദൈവവേല ചെയ്യുന്നവരുടെ സാക്ഷ്യങ്ങൾ പലതരം ടി വി ചാനലിലൂടെ എല്ലാ പ്രായത്തിലുള്ളവരും നമുക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നവരെ എല്ലാ ജോലിയും ഉപേക്ഷിച്ച് എല്ലാ വരുമാനമാർഗവും ഉപേക്ഷിച്ച് കർത്താവിന് കൽപ്പന പ്രകാരം വചനശോധനത്തിന് അവർക്ക് ഒരു മുട്ടുമില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നു. നമുക്കത് ധൈര്യം നൽകുന്ന കാര്യമല്ലേ? 14-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അലസന്മാർക്ക് താക്കീത് നൽകുകയും. ഇപ്പൊ ജോലികളുടെ ലിസ്റ്റ് പറയുക. യേശുവിൻ്റെ കൂടെ ഇരിക്കാമെങ്കിൽ അലസന്മാർക്ക് താക്കീത് കൊടുക്കുന്ന പണി നൽകി നമ്മളെ വിടും. അതിനും കൂലിയുണ്ട്, ശമ്പളമുണ്ട്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, കൗൺസിലിംഗ് എന്ന് പറയുന്നതാണ്. ബലഹീനരെ സഹായിക്കുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവീൻ. എന്നാൽ പരസ്പരം എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവീൻ, സകലത്തിലും സ്തോത്രം ചെയ്യുവീൻ. എന്നാൽ ഇതാകുന്നു ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം നിന്ദിക്കരുത്, സകലവും പരിശോധിക്കുവീൻ, നല്ലത് മുറുകെ പിടിക്കുവീൻ, സകലവിധ തിന്മയിൽ നിന്നും അകന്നു നിൽക്കുവീൻ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ കുറ്റമറ്റതായ പൂർണ്ണതയോടെ കാക്കപ്പെടട്ടെ. നമ്മുടെ 15 നോയമ്പിന്റെ ലാക്കാണ്. അങ്ങനെ 15 നോയമ്പ് തുടങ്ങിയിരിക്കുന്നു.
മാതാവ് ഇങ്ങനെ ഈ വഴിയിലൂടെയാണ് സ്വർഗത്തിലെത്തിയത്. നമുക്ക് ആ വഴിയെ പോകാൻ തീരുമാനിക്കാം. നമ്മുടെ തലയെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ കർത്താവെ, അതുപോലെ ഞങ്ങളെ അശുദ്ധി പിടിച്ചു കിടക്കുന്ന ഞങ്ങളുടെ പ്രാണനും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ആത്മാവും എല്ലാം കർത്താവെ അശുദ്ധിയാൽ നിറഞ്ഞു കിടക്കുന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ആ അശുദ്ധിയെല്ലാം മാറ്റി സമാധാനത്തിന്റെ ദൈവം ഇന്ന് മുഴുവനായി ഞങ്ങളൊന്ന് ശുദ്ധീകരിച്ച സമാധാനത്തിന്റെ ദൈവത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായി രക്ഷകനും നാഥനുമായി ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സ്വീകരിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് കർത്താവെ ഞങ്ങളോട് തിരുവചനം പറഞ്ഞ പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കിട്ടുന്ന എല്ലാം കർത്താവിനെ കുറിച്ച് ചോദിച്ചു കൊണ്ടുവന്ന് നിൽക്കുവാൻ ആ ഭക്തരക്കാർക്ക് പറയാ കർത്താവെ സമാധാനത്തിന്റെ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ആദ്യ അശുദ്ധിയിലേക്ക് നടന്നുവെങ്കിലും കർത്താവെ വീണ്ടും കർത്താവെ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭക്തരക്കാർക്ക് അറിയ പോലെ ഒരു തിരിച്ചു വരവിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ വ്യഭിചാരത്തെ കുറിച്ച് നമ്മൾ കേട്ടു കർത്താവെ, അവിടുന്ന് കർത്താവെ 6 കഷ്ടത്തിന് മുഴുവൻ ജനാമത്തെ തിന്നോടാത്തൊരു അവസ്ഥയിൽ വിചാരത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ആ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില് അത് ഉപേക്ഷിക്കേണ്ടതിനെല്ലാം ഉപേക്ഷിച്ച് കർത്താവെ ഞങ്ങൾ കർത്താവിനെ മാത്രം ആഗ്രഹിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുറിച്ചോട് നോക്കാൻ ഏതാനും സ്ത്രീകളും ചില സ്ത്രീകളും കർത്താവിന്റെ പുരുഷന്മാരും ഉണ്ടായിരുന്നു. കർത്താവെ, ആ ഭൂതങ്ങളും ദുരാത്മാക്കൾ ഇറങ്ങിയവരൊക്കെ രോഗികൾ സൗഖ്യം പ്രാപിച്ച ആ രോഗാത്മാക്കൾ വിട്ടുപോയവരൊക്കെ കർത്താവിനെ കുറിച്ചോട് നിന്നു ചുരുക്കം പേർക്കെങ്കിലും നിൽക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വന്നാൽ കർത്താവിനെ കൂടെ എടുക്കപ്പെടാനോ കർത്താവിനെ കുറിച്ചോട് നിൽക്കാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ഞങ്ങൾ സംബന്ധിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കോപിക്കാനല്ല എന്നൊരു നിയമം വെച്ച കർത്താവെ, കോപം മനുഷ്യർക്ക് വേണ്ടി വെച്ചതല്ല. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കോപമുണ്ട്, ദേഷ്യമുണ്ട്, മകളുടെ അശ്വയുടെ എല്ലാം ഉണ്ട്. അതെല്ലാം ഞങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് കർത്താവെ ഇപ്പോൾ ജനിച്ചൊരു ശിശുവിനെ പോലെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണം. ആസാവ് പറഞ്ഞു, നിന്റെ അല്ലാതെ എനിക്കൊന്നും അറിയണ്ടാണ് കർത്താവെ. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ പുറമേ ഒന്നും വേണ്ട കർത്താവിനെ മതിയെന്ന് പറയുന്നല്ലാതെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവെ അങ്ങനെയല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് കർത്താവെ ഞങ്ങൾ സങ്കീർത്തനക്കാരോട് കയറി പിടിക്കുമെന്നാ പറഞ്ഞു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെയല്ലാതെ ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരു പൊട്ടിയും മൃഗവുമാണെന്ന് സമ്മതിക്കുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് വേണ്ട യേശുവിനെയാണ് കർത്താവെ. അവിടെ ഞങ്ങൾ മാത്രം ആഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങളെ ക്ഷമിച്ച് പാവം മറിച്ചു കിട്ടിയാൽ അവിടുന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കർത്താവെ. ഞങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന കിട്ടാത്തതിന്റെ കാരണം ഞങ്ങളെ ഞങ്ങളെ ക്ഷമിച്ചിട്ടില്ല, പാവം മറിച്ചിട്ടില്ല. പാവത്തിന്മേൽ പാവം കൂട്ടിവെച്ച് ഞങ്ങൾക്കുമേൽ ഞങ്ങളെ കൂട്ടിവെച്ച് ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. കർത്താവിന്റെ ദൃഷ്ടി ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി. ഞങ്ങൾ തന്നെ തെറ്റുകാരായി തീർന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് കർത്താവായ യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതി. കർത്താവ് അറിയിക്കുന്നത് അറിഞ്ഞാൽ മതി, അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി കർത്താവെ. ഞങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ദൈവമേ. എന്ത് കൊടുത്താലും കർത്താവെ ഓരോന്നിനും ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ വേല ചെയ്താൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലമുണ്ടല്ലോ ദൈവമേ. അവിടെ ആ വചനം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വിടുകയാണ് കർത്താവെ. ആ വചനം ഞങ്ങളെ മാംസം ധരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ, തൊഴിലില്ലായ്മ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും വന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒന്നും വേണ്ട, കർത്താവിനെ മാത്രം മതി. കർത്താവിന് വേല ചെയ്യുമ്പോൾ തലമുക്കി നോക്കുമ്പോൾ കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്നതെല്ലാം നോക്കി കർത്താവെ കൊയ്യാക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഞങ്ങളെ കഴിച്ചു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനടുത്ത് രൂപാകം ഞങ്ങളെ പൂർണ്ണമായി വിടുന്നുണ്ട് കർത്താവെ. കർത്താവ് എന്തിനാണ് ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ചു? അത് കർത്താവിന്റെ ഒരു അവകാശമുണ്ട്, പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടല്ലോ കർത്താവെ. അവിടുന്ന് കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടി കർത്താവെ ഞങ്ങളെ മുൻനിർത്തിയിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് എന്താണ് ഞങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം? അതിനുവേണ്ടി ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചേരുകയാണ് കർത്താവെ. ആ പദ്ധതി അനുസരിച്ച് കർത്താവിന്റെ വേലയിലേക്ക് തന്നെ വേണം കർത്താവെ. പദ്ധതി വരെ കർത്താവിന്റെ കൂടെ നടന്നതാണ്. ഞങ്ങൾ കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിനെ അനുഗമിക്കുക തന്നെ വേണം. കർത്താവിന് വേണ്ടി എല്ലാം തെറ്റിക്കുവാനും എല്ലാം വിടുവാനുമുള്ള നല്ലൊരു മനസ്സാക്ഷി നമുക്ക് തരണം. ദൈവഭക്തിയോട് നടന്ന് മറ്റുള്ളവർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം ഞങ്ങൾ പിൻവലിച്ചിട്ട് ഞങ്ങൾക്ക് യേശുവിനെ മതി. യേശുവിനെ കാര്യം വേണ്ട, ഒന്നിനെ വേണ്ട, ഒന്നും വേണ്ട. യേശുവിനെ മാത്രം മതി. യേശു വരുന്നത് മതി. തന്നോർത്തോളം മതി, തന്ന സമയത്ത് മതി. തന്നവും മധുരമായിക്കൊണ്ട് കൈപ്പായിക്കൊണ്ട് കർത്താവെ. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലൊന്നും വേണ്ട. പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വചന പ്രകാരം ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായി ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. യേശുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്നു. യേശുവിൻ്റെതായി ഞങ്ങൾ ഏറ്റെടുക്കണം. എല്ലാ പരാതികളും മാറ്റി സ്വന്തം ഞങ്ങളെ മാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഇന്നത്തെ വചന പ്രകാരം ജീവിക്കാൻ നോക്കാവുന്ന നടത്തുന്നത് നല്ല തിന്മടച്ചിട്ടുള്ള കർത്താവെ തന്റെ വിഷയത്തിനോട് ഭാരം കൊടുക്കുക. ചവിട്ടി മാറ്റിക്കൊണ്ട് സംതൃപ്തികളുടെ സൗന്ദര്യത്തിലുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ വേലക്കായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കർത്താവെ മുൻകരങ്ങൾ സമർപ്പിക്കട്ടെ. എല്ലാ വിഷയത്തിന്റെ സമർപ്പിക്കുന്നു. അടുത്തവരെ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ദൈവ പ്രാർത്ഥന സ്തോത്രം.